ഹായ്, ഗുഡ് മോർണിംഗ്. നിക്കിത റവിലാണ്. അപ്പം ഇപ്പോൾ ചിക്കൻ ബോക്സ് ഉണ്ടായിട്ട് 12 ദിവസമായി ഇന്നത്തേക്ക്. മുഖമൊക്കെ പക്ഷെ ഇപ്പോഴും മാറിയിട്ടില്ല. ഇന്നിപ്പോൾ കണ്ണിൻ്റെ ഇവിടെ ഉണ്ടായിട്ട് വേദന ഉണ്ട്. അതുപോലെ ഇവിടുന്ന് താഴേക്കുള്ള ഭാഗത്തൊക്കെ കുറച്ചും കൂടി മാറാനുണ്ട്. എന്നാലും ഡെയിലി ഞാൻ മേല് കുളിക്കലുണ്ടായിരുന്നു. ആര്യവേപ്പിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് ചൂടാറിയതിന് ശേഷമാണ് കുളിക്കാറ്. അപ്പം തല ഇതുവരെ കുളിച്ചിട്ടില്ല. തലയിലൊക്കെ നിറയെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് തലയോടുകൂടി കുളിക്കാൻ പോവാണ്. കൈയൊക്കെ ഇതാ ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്, മാറി വന്നിട്ടുണ്ട്, മാറി വരുന്നുണ്ട്. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്നതാണ്. വാവയുണ്ട്. വാവ ഓരോ വികൃതി കളിക്കുകയാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ ഒന്നും കഴിക്കാറില്ല. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ചോറൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. വളരെ കുറച്ച്, കഴിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഇന്ന് രാവിലെ പുട്ടും ചെറുപയർ കറിയും കഴിച്ചു നോക്കി. ചെറിയൊരു കഷ്ണം കഴിച്ചിട്ടുള്ളൂ, കഴിക്കാൻ അത്രേ പറ്റുന്നുള്ളൂ. ഇത്രയും ദിവസം ഇന്നലെയൊക്കെ ഞാൻ റാഗിയായിരുന്നു വാങ്ങിച്ചത്. അതിന് മുന്നേക്ക് ഓരോ ദിവസങ്ങളിലും ഫ്രൂട്ട്സൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി കുറേശ്ശെ അങ്ങനെ കഴിക്കാൻ തുടങ്ങാം. ഡോക്ടറെല്ലാം കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. അങ്ങനെ ഇന്നാണ് ഇപ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് വന്നത്. ഇന്നലെ ഈവനിങ്ങൊക്കെ ഒന്ന് വന്ന് നോക്കി. ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് ചാറിയിട്ടുണ്ടായിരുന്നു. അപ്പം സിറ്റ് ഔട്ടിലേക്കൊക്കെ വന്നത് ഇപ്പോഴാണ്. അതുവരെ ഇങ്ങനെ റൂമിൽ തന്നെ ഇരിക്കുമായിരുന്നല്ലോ. ഇതൊക്കെ കലയല്ല, ഇത് എന്താ പറയുക, ഉണങ്ങിയിട്ട് പൊറ്റാന്ന് പറയുമല്ലോ, അതാണ്. ഇനി ഇത് പറഞ്ഞു പോകണം. ഇത് പറഞ്ഞു പോയാലേ ഉള്ളൂ ഇതിൻ്റെ പാടുണ്ടാവുക. പാട് പോവാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം എല്ലാവരും പറയുന്നത് തേങ്ങാപ്പാലിൽ മഞ്ഞളരച്ച് തേച്ച് കുളിക്കാനാണ്. അപ്പം മേലൊന്നും ഉണങ്ങാത്ത കാരണം അതൊന്നും തേച്ചിട്ടില്ല. പിന്നെ തലയിലും ഒന്നും തേക്കാതെയാണ് കുളിച്ചിട്ടുള്ളത്. 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് എല്ലാം തേച്ച് കുളിക്കണം എന്നാണ് വിചാരിക്കുന്നത്. കുളിച്ച് കഴിഞ്ഞിട്ട് വരും. അച്ഛമ്മൻ്റെ അടുത്ത് ഞാൻ പോവില്ല. ഞാൻ ചെന്നൈയിൽ പോവാൻ പോവാ. ഉമ്മക്കായി മതി. ഞങ്ങൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഏട്ടൻ ചെന്നൈയിലാണ്. അപ്പോൾ ചെന്നൈയിൽ പോവാൻ ഈ സൂക്കടൊക്കെ വന്ന കാരണം ചെന്നൈയിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ മോൻ പറയാണ്, ഞാൻ അവിടെ അച്ഛമ്മൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകണില്ല, ഞാൻ ചെന്നൈയിലേക്കാണ് പോകാൻ പോകണമെന്നൊക്കെ പറയാണ്. അപ്പം ചെന്നൈയിലേക്ക് പോകാനാവോ എന്താണെന്നൊന്നും അറിയില്ല. ഓരോ തടസ്സങ്ങൾ ഇതുപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെന്നൈയിലേക്ക് വേറെ എവിടേക്കെങ്കിലും പോകാൻ കഴിയുമെന്നൊന്നും അറിയില്ല. വെയിറ്റ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് കുറയുന്നത് ഞാൻ എപ്പോഴും വിചാരിക്കുന്നതല്ല. എൻ്റെ അസുഖത്തിന് വെയിറ്റ് അധികം ഓവർ പാടില്ല. അപ്പം അതുകൊണ്ട് നോർമൽ വെയിറ്റിൽ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പം അതിനേക്കാളും കുറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഫ്രൂട്ട്സ് അങ്ങനത്തെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെയിറ്റ് ലോസ് വന്നിട്ടുണ്ട്. അതിന് വലിയ സങ്കടമൊന്നുമില്ല. വെയിറ്റ് കുറയുന്നതല്ലേ നല്ലതല്ലേ. അപ്പം ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കാം. ഇതുവരെ ആളുകളെ കാണാനോ ഒക്കെ പേടിയാണല്ലോ. ആൾക്കാർ നമ്മൾ കാണുന്നതും നമ്മളാളെ കാണുന്നതൊക്കെ ഞാൻ റൂമിലിരിക്കുമ്പോൾ കാണാറില്ല, റൂം അടച്ചിടലാണ്. പിന്നെ നമ്മളെ കണ്ടാലും ആൾക്കാർക്ക് പേടിയാണ്.
പിന്നെ അവർക്ക് പകരുമോ എന്നുള്ള പേടി ഉണ്ടാവും, നമ്മളെ രൂപം കണ്ടാൽ പേടി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് റൂമിൽ തന്നെയായിരുന്നു. പിന്നെ അമ്മയാണ് ഇതുവരെ എന്നെ നോക്കിയത്, ശുശ്രൂഷിച്ചതൊക്കെ. പിന്നെ അമ്മയ്ക്ക് ഇതുവരെ ഈ അസുഖം വന്നിട്ടില്ല. അപ്പം അമ്മയ്ക്ക് വരുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. പിന്നെ അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി ഈ ഉണങ്ങി വരുന്ന, അതായത് ഈ അസുഖം മാറി വരുന്ന ഈ ഒരു ഘട്ടത്തിൽ നല്ല ചൊറിച്ചിൽ, ഇച്ചിങ്ങും അതുപോലെ തന്നെ വേദനയുണ്ട്. ഇപ്പം ചിലതൊക്കെ ഉണങ്ങാത്തത് ഞാൻ പറഞ്ഞല്ലോ, ബബിളായിട്ട് കിടക്കുന്നതൊക്കെ അത് ചില സമയം ഞാൻ ചൊറിഞ്ഞ് പൊട്ടിപ്പോയിട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താവും എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ചൂട് എന്നുള്ളത് നമുക്ക് സഹിക്കാനോ വിയർപ്പിറങ്ങാനോ ഒന്നും പറ്റുന്നില്ല. നല്ല എപ്പോഴും കാറ്റ് വേണം, അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് തന്നെ ടോട്ടലി റിക്കവർ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് പാട് വന്നു കഴിഞ്ഞാൽ അത് മാറാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം അതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കാൻ തുടങ്ങണം. എന്താ വെച്ചാൽ ഇപ്പം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇല്ലാത്ത പോലെ, ഇവിടെയൊക്കെ ഒരു വല്ലാത്ത ഇറങ്ങി കിട്ടുന്നില്ല, ഒരു തടസ്സം വരുന്ന പോലെ തോന്നുക. പിന്നെ അതുപോലെ ഒരു വല്ലാത്ത ടയേർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരാഴ്ചൻ്റെ മേലേക്ക് ഞാൻ ഉറക്കം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഇപ്പം ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഉറങ്ങാനൊക്കെ കഴിയണമെന്ന് വിചാരിക്കുക. കഴിഞ്ഞ ദിവസം ഇതുപോലെ തീരെ ഉറങ്ങിയിട്ടില്ല, നല്ല തലവേദന ഉണ്ടായിരുന്നു. ആ ദിവസം തീരെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ പകലായാലും രാത്രിയായാലും ഉറങ്ങാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല ടയേർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒക്കെ പെട്ടെന്ന് റിക്കവർ ആവണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. എല്ലാവരും സുഖമായിരിക്കുക, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നിക്കിത റബേൽ.